ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ M4L വ്ളോഗ്സ് ബൈ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കോക്രോച്ചസ് വീട്ടിലുണ്ടാകുമ്പോൾ അതിനെങ്ങനെ ഓടിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ബിക്കോസ് ഇപ്പോഴും ഞാൻ ഗൾഫിൽ സെറ്റിൽഡാണ്. നമ്മളെ നാട്ടിലൊക്കെ വലിയ വലിയ കോക്രോച്ചസ് ആണ് കൂടുതലും കാണാറ് വീട്ടിൽ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുട്ടി കുട്ടി കുറേ കോക്രോച്ചസ് ഉണ്ടാവും. സോ ഈ കോക്രോച്ചസിന് ഒന്നോ രണ്ടോ മതി ബാക്കി ഫുള്ള് വീട് മുഴുവൻ കീഴടക്കാൻ. ഇത് ഭയങ്കര 100% എഫക്റ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ ഒരു ടോപ്പിക്കുമായിട്ട് വന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഒരു നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ചത്തുപോകുന്നില്ല, ഇത് ഓടിപ്പോവുക ചെയ്യുക. സോ നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. ഞാൻ ഇത് എങ്ങനെയാണ് ഇതിന് ഓടിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നമ്മൾ പുറത്തുനിന്ന് പെസ്റ്റിസൈഡ്സ് ഇവരെയൊക്കെ വിളിച്ചിട്ടൊക്കെ നമ്മൾ ഇതിനെ കൊല്ലുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതല്ലാതെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഈസി ആയിട്ട് ഒരു 1 വീക്ക് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഓടിക്കാൻ പറ്റും. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. മെയിനായിട്ട് 2 സ്പൂണ് ബോറിക് ആസിഡ് പൗഡർ എന്ന് പറയുന്നത് ഇതാണ്. ഇത് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് ആണ്, കുറച്ചും കൂടെ എഫക്റ്റീവ്. സോ മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതാണ്. സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ് ഈ കാര്യം. എനിക്ക് തോന്നുന്നു ഫാർമസിയിലും ഉണ്ടാവുന്നുള്ളത്. സോ മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് ആയിട്ടുള്ള ബോറിക് ആസിഡ് പൗഡർ വാങ്ങിക്കുക. സോ ഇത് 2 ടീസ്പൂണാണ്. 2 ടീസ്പൂണോ ടേബിൾ സ്പൂണോ വെച്ചാൽ നിങ്ങളെ വീട്ടിൻ്റെ ഇതിനനുസരിച്ചിട്ടും പിന്നെ കോക്രോച്ചസിൻ്റെ ഒരു ഇതനുസരിച്ചിട്ടും എത്ര കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചിട്ടും ഇതാക്കുക. ഞാൻ 2 സ്പൂൺ എടുക്കുകയാണ്. പിന്നെ വേണ്ടത് ഷുഗറാണ്. ഷുഗർ ഓപ്ഷനിലാണ്. ഷുഗർ ഇട്ട് കഴിഞ്ഞാൽ എഫക്റ്റീവാണ്. 1 സ്പൂണ് ഷുഗർ. പിന്നെ 1 എഗ് യോക്ക്, മുട്ടയുടെ മഞ്ഞ ഒരെണ്ണം എടുക്കുക. പിന്നെ 2 സ്പൂൺ പാലും. സോ 2 സ്പൂണ് പാലും. ഇതൊക്കെ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ ബോറിക് ആസിഡ് ഒഴിക്കുക. പക്ഷെ ബോറിക് ആസിഡ് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും, ചെറിയ പൈസയാണ്. ഇപ്പം ഗൾഫിലൊക്കെ ആണെങ്കിൽ 5 ദിർഹംസ് 4 ദിർഹംസിനൊക്കെ കിട്ടും. സോ ഇത് നല്ലോണം കുഴച്ച് ഒരു ബോൾ പരുവത്തിലാക്കുക. മക്കളുള്ള വീട്ടിൽ ഇത് വെക്കാൻ പാടില്ല. എന്താ വെച്ചാൽ ചെറിയ കുട്ടികളുടെ അടുത്ത് വായിലിടും, അത് നല്ലതല്ല. പിന്നെ ഇത് എങ്ങനെയാണ് വെക്കേണ്ടത് എന്ന് വെച്ചാൽ കോർണറുകളിൽ വെക്കാം. ഇങ്ങനെ ബോൾ പരുവായിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഓരോരോ കോർണറിൽ വെക്കാം. സോ ഇപ്പം ഒരുപാടുണ്ടെങ്കിൽ ലൈക്ക് സൈഡിൽ ഇങ്ങനെ ഒരു 2 സൈഡായിട്ടൊക്കെ വെക്കാം. നിങ്ങൾ ഇഷ്ടം പോലെ. ഇപ്പോൾ കൂടുതലുണ്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ വെക്കുന്ന ഇതും കൂട്ടിയാൽ മതി. സോ ഇങ്ങനെ 2-3 ഇത് കിച്ചണിലോ അധികം എവിടെയാണോ അവിടെ വെക്കുക. ഇത് ചത്തുപോവില്ല, ഓടിപ്പോവുകയാണ് ചെയ്യുക. എനിക്കറിയില്ല, ഇനി ഇവിടെയൊക്കെ ഓടിപ്പോയതാണ്. സോ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ വീട്ടിൻ്റെ ഓരോ കോർണറിൽ വെക്കുക. മക്കളുള്ളിടത്ത് വെക്കണ്ട. ഇത് ഭയങ്കര പോയ്സണസ് ആണെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേങ്കിൽ മക്കളുടെ അടുത്ത് വായിലിടുന്നതാണല്ലോ. സോ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഓരോ കോർണറിൽ വെക്കുക. ഈ ബൗള് ഒരിക്കലും കിച്ചണിൽ യൂസ് ചെയ്യുന്ന ബൗള് വെക്കണ്ട. നമ്മൾ റഫായിട്ട് ഉള്ള ബൗള് എടുത്താൽ മതി, വേറെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ യൂസ് ചെയ്യുന്ന. സോ ഇങ്ങനെ വെച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഓരോ കോർണറിൽ വെക്കുക. ഇത് ചെറിയ ബോളാക്കിയിട്ടും വെക്കാൻ പറ്റും. ബോൾസ് ആക്കിയിട്ട് ഓൾട്ടർനേറ്റ് ലൈക്ക് ഒരു ദിവസം വെച്ച് പിറ്റേ ദിവസം വിട്ട് അതെടുത്ത് മാറ്റിയിട്ട് പുതിയൊന്ന് വെക്കുക. അങ്ങനെ ഒരാഴ്ച കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോക്രോച്ചസ് പോകുന്നതായിരിക്കും. സോ ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക വീട്ടിൽ ഒരുപാട് കോക്രോച്ചസ് ഉണ്ടെങ്കിൽ. എല്ലാവരും വീഡിയോ കണ്ടല്ലോ. വീഡിയോ കണ്ട് ഇനി ആർക്കെങ്കിലും ട്രൈ ചെയ്തിട്ട് എഫക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.